തകർന്നുകൊണ്ടിരിക്കുന്ന റിയാലിന്റെ ഫലമായി ചരിത്രപരമായ ഭരണവിരുദ്ധ പ്രതിഷേധങ്ങളാൽ ഇറാൻ വിഴുങ്ങപ്പെട്ടിരിക്കുകയാണ്. ഈ അസ്ഥിരതയും ഒപ്പം പ്രസിഡന്റ് ട്രംപിന്റെ വ്യക്തമായ സൈനിക ഇടപെടൽ ഭീഷണികളും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തകർച്ചയുടെ വക്കിലെത്തിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ ഒരു സുപ്രധാന പങ്കാളിയെ അഗാധമായ ഭൗമരാഷ്ട്രീയ അപകടമേഖലയാക്കി മാറ്റിയിരിക്കുന്നു. ഖമേനി ഭരണകൂടത്തിന്റെ പതനം അമേരിക്കൻ ഐക്യനാടുകളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്രപരമായ ആശ്രിതത്വത്തെ വിനാശകരമാം വിധം ആഴത്തിലാക്കും. ഇത് ഈ മേഖലയിൽ ന്യൂഡൽഹി കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വയംഭരണാധികാരത്തെ ഫലപ്രദമായി ഇല്ലാതാക്കും. ഏകദേശം ഒരു പതിറ്റാണ്ടായി പാകിസ്ഥാനെ ഒഴിവാക്കാനും പാശ്ചാത്യ ആധിപത്യത്തിന്റെ പരിധിക്ക് പുറത്തു പ്രവർത്തിക്കാനുമായി രൂപകൽപ്പന ചെയ്ത അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള സ്വതന്ത്ര വാണിജ്യ ജീവരേഖകളായി ചബഹാർ തുറമുഖവും ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറും ഇൻഎസ്ടിസി ഇന്ത്യ സൂക്ഷ്മമായി വളർത്തിയെടുത്തിട്ടുണ്ട്. ഈ പദ്ധതികൾ ഇന്ത്യയുടെ പരമാധികാര കവാടങ്ങളായിരുന്നു. അവ അമേരിക്കൻ അനുമതിയേക്കാൾ ടെഹ്റാനുമായുള്ള ഉഭയകക്ഷി വിശ്വാസത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഭരണമാറ്റം, പ്രത്യേകിച്ച് യുഎസ് ഇടപെടലിലൂടെയോ അല്ലെങ്കിൽ പാശ്ചാത്യ അനുകൂല സർക്കാർ ഉണ്ടാകുന്നതിലൂടെയോ സംഭവിക്കുന്നത് ഈ ആസ്തികളുടെ തന്ത്രപരമായ മൂല്യത്തെ തൽക്ഷണം കവർന്നെടുക്കും. യുറേഷ്യയിലേക്ക് ചേരിചേരാത്ത സവിശേഷമായ ഒരു പാത സ്വന്തമാക്കുന്നതിനു പകരം വാഷിംഗ്ടൺ മേൽനോട്ടം വഹിക്കുന്ന ഒരു ഇടനാഴിയിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയിലാകും ഇന്ത്യ. അടിസ്ഥാന സൗകര്യങ്ങൾ നിലനിൽക്കും, എന്നാൽ രാഷ്ട്രീയമായ സ്വാധീനം അപ്രത്യക്ഷമാകും. ഇത് ഇന്ത്യയുടെ കണക്ടിവിറ്റി അഭിലാഷങ്ങളെ പൂർണ്ണമായും അമേരിക്കൻ വിദേശ നയങ്ങളുടെ താൽപ്പര്യങ്ങൾക്കും ഭാവി ഉപരോധ ഇളവുകൾക്കും വിധേയമാക്കും. അമേരിക്കയുമായുള്ള ഈ നിർബന്ധിത ആശ്രിതത്വം കനത്ത നയതന്ത്ര തിരിച്ചടിയാകും. കാരണം ഈ മേഖലയിലെ വാഷിംഗ്ടണിന്റെ താൽപ്പര്യങ്ങൾ ന്യൂഡൽഹിയുടേതുമായി അപൂർവമായി മാത്രമേ യോജിക്കാറുള്ളൂ. ഖമേനിക്ക് ശേഷമുള്ള സർക്കാർ പാശ്ചാത്യരുമായി യോജിച്ചു പോവുകയാണെങ്കിൽ ടെഹ്റാനിൽ ഇന്ത്യ അനുഭവിച്ചിരുന്ന അതുല്യമായ തന്ത്രപരമായ ആഴം പാകിസ്ഥാനെ സന്തുലിതമാക്കാൻ പലപ്പോഴും ഉപയോഗിച്ചിരുന്നത് മായ്ക്കപ്പെടും. ചരിത്രപരമായി പാകിസ്ഥാനുമായി ഇരട്ടപ്പാത ബന്ധമാണ് യുഎസ് നിലനിർത്തിയിട്ടുള്ളത്. യുഎസ് സഖ്യകക്ഷിയായ ഇറാൻ ഇസ്ലാമാബാദുമായി ബന്ധം സാധാരണ നിലയിലാക്കാൻ സമ്മർദ്ദത്തിലായേക്കാം. ഇത് ഇന്ത്യയുടെ വളയൽ തന്ത്രത്തെ ദുർബലപ്പെടുത്തും. കൂടാതെ റഷ്യയും ഇന്ത്യയും ചേർന്ന് സൂയസ് കനാലിന് ഉപരോധരഹിതമായ ബദലായാണ് ഇൻസ്റ്റിസി വിഭാവനം ചെയ്തത്. ടെഹ്റാനിലെ അമേരിക്കൻ അനുകൂലമാറ്റം ഈ റഷ്യൻ ബന്ധം വിച്ഛേദിക്കുകയും ആധിപത്യവിരുദ്ധ വ്യാപാരപാതയെന്ന നിലയിലുള്ള ഇടനാഴിയുടെ പ്രയോജനത്തെ ഫലപ്രദമായി ഇല്ലാതാക്കുകയും ചെയ്യും. INSTCയുടെ യഥാർത്ഥ ലക്ഷ്യം ഉപേക്ഷിക്കാനും പകരം പാശ്ചാത്യ ശക്തികൾ നിരീക്ഷിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ ഉപരോധിച്ചതോ ആയ റൂട്ടുകളെ ആശ്രയിക്കാനും ഇന്ത്യ നിർബന്ധിതരാകും. ഇതിലൂടെ ന്യൂഡൽഹി ഒഴിവാക്കാൻ ആഗ്രഹിച്ച അതേ ഭൗമരാഷ്ട്രീയ ചട്ടക്കൂടിൽ കുടുങ്ങിപ്പോകും. സാമ്പത്തികമായി ഈ മാറ്റത്തിന്റെ കാലഘട്ടം ഇന്ത്യക്ക് നൽകുന്ന ആഘാതം അമേരിക്കൻ സഹായങ്ങൾക്കൊന്നും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയില്ല. ഭരണകൂട തകർച്ചയുടെ അരാജകത്വം ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാനിടയാക്കിയേക്കാം. ഇത് ആഗോള എണ്ണവില വിനാശകരമായ തലത്തിലേക്ക് ഉയർത്തും. അസംസ്കൃത എണ്ണയുടെ 85%ലധികം ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് ഉടനടി ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധിയും കുതിച്ചുയരുന്ന പണപ്പെരുപ്പവും രൂപയുടെ മൂല്യത്തകർച്ചയും നേരിടേണ്ടിവരും. എണ്ണയുടെ ഒഴുക്ക് അമേരിക്ക ഒടുവിൽ സുസ്ഥിരമാക്കിയേക്കാം. എന്നാൽ ഇടക്കാലത്തുണ്ടാകുന്ന സാമ്പത്തിക ആഘാതം ഇന്ത്യയുടെ വളർച്ചാപാതയെ തകിടം മറിക്കും. മാത്രമല്ല, തകരുന്ന ഭരണകൂടം അവശേഷിപ്പിക്കുന്ന ശൂന്യതയിൽ ഇറാന്റെ കിഴക്കനതിർത്തിയിലുള്ള സുന്നി തീവ്രവാദികളെ സഹായിക്കാൻ പാകിസ്ഥാൻ ഈ അരാജകത്വം മുതലെടുത്തേക്കാം. ഇത് ചബഹാറിലെ ഇന്ത്യയുടെ നിക്ഷേപങ്ങളുടെ ഭൗതിക സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു പുതിയ ഭീകര മുന്നണി സൃഷ്ടിക്കും. ആത്യന്തികമായി ഭരണകൂടത്തിന്റെ പതനം ഇന്ത്യൻ താൽപ്പര്യങ്ങൾക്ക് മോചനം വാഗ്ദാനം ചെയ്യുന്നില്ല. ഇത് ഒരു സ്വതന്ത്ര പങ്കാളിയുടെ നഷ്ടമഷ്ടവും അടിസ്ഥാന ഊർജ വ്യാപാര ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി യുഎസ് സുരക്ഷാ ഗ്യാരണ്ടികളെ അപമാനകരമായി ആശ്രയിക്കുന്നതിന്റെ തുടക്കവുമാണ് വാഗ്ദാനം ചെയ്യുന്നത്.